നമസ്കാരം. ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും. ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും. എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേക് ബച്ചനും ഐശ്വര്യ റായിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെന്ന് നേരത്തെ സംസാരിച്ചിരുന്നു. പക്ഷേ അടുത്ത കാലത്തായി ഇരുവരും ഒന്നിച്ച് എത്തിയതെല്ലാം ആ അഭ്യൂഹങ്ങളെല്ലാം വഴിതെറ്റിച്ചു. എന്നാൽ അഭിഷേകിന്റെ അമ്മ ജയ ബച്ചനുമായി ഐശ്വര്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് പല റിപ്പോർട്ടുകളും പറഞ്ഞിരുന്നത്. പൊതുവേദികളിൽ മിക്കപ്പോഴും ദേഷ്യത്തോടെയാണ് നടി ജയ ബച്ചനെ കാണാറുള്ളത്. ഇതിന്റെ പേരിൽ പലതവണ ജയ ബച്ചന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രകൃതത്തിൽ മാറ്റം വന്നതേയില്ല. ജയ ബച്ചന്റെ ജീവിതത്തിലുണ്ടായ വിഷമഘട്ടങ്ങളെ കുറിച്ച് നടി കുട്ടി പത്മിനി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ഭർത്താവ് അമിതാഭ് ബച്ചനും നടി രേഖയും തമ്മിലുള്ള ബന്ധം രേഖയെ വിഷമിപ്പിച്ചിരുന്നെന്ന് കുട്ടി പത്മിനി പറയുന്നു. രേഖയും അമിതാഭ് ബച്ചനും തമ്മിൽ നല്ല ഒത്തൊരുമയായിരുന്നു. രണ്ടുപേരും സംഗീതം ഇഷ്ടപ്പെടുന്നവർ. ഒരു ഘട്ടത്തിൽ രേഖയും ബച്ചനും ബന്ധം അവസാനിപ്പിച്ചെന്നും കുട്ടി പത്മിനി പറയുന്നു. മകളുടെ വിവാഹശേഷം ജയ ബച്ചന് വലിയ വിഷമമായിരുന്നു. കാരണം മകളായിരുന്നു ജയ ബച്ചന്റെ ആശ്വാസം. ഭർത്താവ് ബച്ചൻ ഉൾവലിഞ്ഞു. വരും, ഭക്ഷണം കഴിക്കും. തന്റെ പഴയ അമിതാഭിനെ ജയ ബച്ചന് തിരികെ ലഭിച്ചില്ല. മകളായിരുന്നു എല്ലാം. മകനോട് പരിധി വച്ചേ പറയാൻ പറ്റൂ. ഇതിനിടെ ജയ ബച്ചൻ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് MP ആയെന്നും കുട്ടി പത്മിനി പറയുന്നു. മരുമകൾ ഐശ്വര്യ റായിയുമായി ജയ ബച്ചനുണ്ടായ അകൽച്ചയെക്കുറിച്ചും കുട്ടി പത്മിനി സംസാരിച്ചു. ഇങ്ങനൊരു മരുമകൾ ലഭിച്ചത് ഭാഗ്യമാണെന്ന് ജയ ബച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സ്നേഹമുണ്ടായിരുന്നിട്ടും പെട്ടെന്ന് ജയ ബച്ചൻ ഐശ്വര്യ റായിയോട് പ്രശ്നം വരാൻ കാരണം മകൾ ശ്വേതാ ബച്ചനാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. എല്ലാ കുടുംബത്തിലും ഇത് സംഭവിക്കും. ചെറിയ വിഷയം വലുതായപ്പോൾ മകളാണ് പ്രധാനമെന്ന് ജയ ബച്ചൻ തീരുമാനമെടുത്തിരിക്കാം. എന്നെ സംബന്ധിച്ച് ജയ അഹങ്കാരിയല്ല. എന്നാൽ ജീവിതത്തിലെ ഫ്രസ്ട്രേഷനും ആഗ്രഹിച്ചത് കിട്ടാത്തതിലെ ദേഷ്യവും പുറത്ത് പ്രകടിപ്പിക്കുന്നു. അത് തിരുത്തണം. ഞാനിത് പറയാൻ ആരുമല്ല. ഒരു പക്ഷേ എനിക്ക് ഭർത്താവ് വേണ്ട എന്ന തീരുമാനം ജയ ബച്ചൻ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതം ഇതിലും നന്നായേനെ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് എൻ്റെ ജീവിതം, ലഭിച്ചത് മതി എന്നവർ തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്നും പല കാര്യങ്ങളും ജയയ്ക്ക് മനോവിഷമമെന്നും കുട്ടി പത്മിനി പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഐശ്വര്യ റായിയും ഭർത്താവിന്റെ വീട്ടുകാരും അകന്നുനിന്ന് വ്യാപകമായി ഗോസിപ്പുകൾ പ്രചരിച്ചു. അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്ന സംഭവങ്ങളും ഉണ്ടായി. പൊതുവേദികളിൽ അഭിഷേകിൽ നിന്നും നടന്റെ കുടുംബത്തിൽ നിന്നും ഐശ്വര്യ റായി അകലം കാണിക്കുന്നത് ചർച്ചയായിരുന്നു. കുറെ നാൾ ഈ അഭ്യൂഹം തുടർന്നു. പിന്നീട് ഗോസിപ്പുകളെ തള്ളിക്കളഞ്ഞ് ഐശ്വര്യ അഭിഷേകിനൊപ്പം വിവാഹ ചടങ്ങുകൾക്കും മറ്റും എത്താൻ തുടങ്ങി. ഇപ്പോഴും ഇവർ തമ്മിൽ പഴയ അടുപ്പമില്ലെന്ന് വാദിക്കുന്നവരുണ്ട്. 2007 ഐശ്വര്യയും അഭിഷേക് ബച്ചനും വിവാഹം ചെയ്യുന്നത്. ആരാധ്യ എന്നാണ് മകളുടെ പേര്. അതേസമയം തന്നെ ഐശ്വര്യ റായിയും ജയ ബച്ചനും തമ്മിൽ വളരെ സ്നേഹമുള്ള സമയത്ത് ഉണ്ടായ സംഭവങ്ങളും ചർച്ചയാവുകയാണ്. ഷാറുഖ് ഖാനും ഐശ്വര്യ റായിയും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളിൽ രണ്ടുപേരാണ്. ജോഷ്, മൊഹബത്തേൻ, ദേവദാസ് പോലുള്ള സിനിമകളിൽ അവർ ഒന്നിച്ചു നൽകിയ പ്രകടനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ഷാറുഖിന്റെയും ഐശ്വര്യയുടെയും ഓൺ സ്ക്രീൻ കൂട്ടുകെട്ട് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായിരുന്നുവെങ്കിലും 2000ങ്ങളുടെ തുടക്കത്തിൽ അവരുടെ വ്യക്തിപരമായ ബന്ധത്തിൽ വലിയ മാറ്റമുണ്ടായി. ഒന്നിച്ച് വിജയകരമായ പല സിനിമകളിലും അഭിനയിച്ചപ്പോഴും ചില പ്രൊഫഷണൽ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും ഒരുമിച്ച് ചെയ്യാനിരുന്ന നിരവധി സിനിമകളിൽ നിന്ന് ഐശ്വര്യയെ ഒഴിവാക്കപ്പെട്ടു. ന്യൂസ് 8 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാറ്റത്തിനുള്ള വ്യക്തമായ കാരണങ്ങൾ ഒരിക്കലും ഷാരൂഖും ഐശ്വര്യയും തുറന്നു പറഞ്ഞിട്ടില്ല. പിന്നീട് മുൻ ലോകസുന്ദരി തന്നെയാണ് കിങ് ഖാൻ അഭിനയിച്ചിരുന്ന ചൽത്തെ ചൽത്തെയും വീർ സാറയും ഉൾപ്പെടെ പല പ്രൊജക്ടുകളിൽ നിന്നും തന്നെ ഒഴിവാക്കിയതായി സ്ഥിരീകരിച്ചത്. ഈ അപ്രതീക്ഷിത ഒഴിവാക്കലുകൾ അന്നത്തെ സമയത്ത് ഐശ്വര്യ റായിയുടെ കരിയറിനെ പ്രതികൂലമായി ബാധിച്ചു. ഷാരൂഖ് പിന്നീട് ക്ഷമ ചോദിച്ചെങ്കിലും അവർ തമ്മിലുള്ള സൗഹൃദം പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. ബോളിവുഡ് സൂപ്പർ താരവും പ്രശസ്ത നടിയും തമ്മിലുള്ള വിരോധം പ്രൊഫഷണൽ പരിധിക്കപ്പുറം കുടുംബപരമായി പോലും പ്രതിഫലിച്ചു തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഷാരൂഖുമായുള്ള സൗഹൃദ ബന്ധം നിലനിർത്തിയിരുന്ന ഐശ്വര്യയുടെ അമ്മായിയമ്മയായ ജയ ബച്ചന്റെ ശ്രദ്ധയും ഇത് നേടി. 2008 പീപ്പിൾ മാഗസിനോട് നൽകിയ അഭിമുഖത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഷാരൂഖിനോടുള്ള വിരോധം ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് ജയ സമ്മതിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ഷാരൂഖിനോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ലെങ്കിലും സംസാരിക്കാനുള്ള ഉദ്ദേശമുണ്ടെന്നാണ് അന്ന് അവർ പറഞ്ഞത്. ആ സമയത്ത് ഷാരൂഖ് തനിക്കൊപ്പം തന്റെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകനോട് പോലെ തന്നെ താക്കീത് ചെയ്തേനെയെന്നും വേണ്ടി വന്നാൽ തല്ലിയേനെയെന്നും അവർ കൂട്ടിച്ചേർത്തു. എങ്കിലും ഷാരൂഖിനോടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധവും ആത്മബന്ധവും ഇപ്പോഴും തനിക്കുണ്ടെന്ന് അവർ വ്യക്തമാക്കി പറഞ്ഞു. 2007 ഐശ്വര്യ റായിയുടെയും അഭിഷേക് ബച്ചന്റെയും വിവാഹവേളയിലും ഈ ബന്ധത്തിലെ പിളർപ്പ് പ്രകടമായിരുന്നു. അന്ന് ഷാരൂഖ് ഖാൻ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ചൽത്തെ ചൽത്തെ വിവാഹത്തിന് ശേഷം ഇരുവരും ഇപ്പോഴും സംസാരിക്കുന്നില്ലെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ. കുടുംബ ബന്ധങ്ങളിൽ ഉലയാതിരിക്കാൻ വേണ്ടിയാണ് ആർക്കും ക്ഷണം നൽകാതിരുന്നതെന്ന്
സാധ്യമായിരുന്നെങ്കിൽ വിവാഹ തീയതി വരെ മാറ്റുമായിരുന്നുവെന്ന് ജയ ബച്ചൻ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞതോടെ അതിൽ കുറച്ചൊക്കെ മയം വന്നു. ഷാരൂഖിന്റെ ക്ഷമാപണവും ക്രമേണ ഇരുവശങ്ങളിലും നിലപാടുകളിൽ വന്ന അയവും അകലം കുറയ്ക്കാൻ സാധിച്ചു. അതേസമയം ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ അഭ്യൂഹങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ സൈബറാക്രമണം നേരിട്ടത് ശ്വേതാ ബച്ചനും അമ്മ ജയ ബച്ചനുമാണ്. രണ്ടുപേരുടെയും ഇടപെടലാണ് വിവാഹ ജീവിതത്തെ ബാധിച്ചതെന്നാണ് ഐശ്വര്യയുടെ ആരാധകരുടെ വാദം. കടുത്ത അധിക്ഷേപവും പരിഹാസങ്ങളും ട്രോളുകളും വന്നെങ്കിലും ശ്വേതാ ബച്ചൻ ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ല. ജയ ബച്ചൻ ഐശ്വര്യയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞതും ചർച്ചയായിരുന്നു. സ്വന്തം മകളായാണ് ഐശ്വര്യയെ കാണുന്നതെന്നാണ് ജയ ബച്ചൻ പറഞ്ഞത്. തങ്ങളുടെ മകൾ ശ്വേത വീട്ടിലില്ലാത്ത വിടവ് നികത്തുന്നത് ഐശ്വര്യയാണെന്നും ജയ ബച്ചൻ പറയുന്നുണ്ട്. മകൾ ശ്വേതാ ബച്ചൻ വിവാഹിതയായപ്പോൾ അമിതാഭ് ബച്ചന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നുവെന്നും ഐശ്വര്യ റായ് തന്റെ വീട്ടിലേക്ക് മരുമകളായി എത്തിയപ്പോൾ ശൂന്യത ഇല്ലാതായെന്നും അഭിഷേകിനെ കാണുമ്പോഴെല്ലാം ബച്ചൻ സന്തോഷവാനാണെന്നും ജയ ബച്ചൻ പറഞ്ഞിരുന്നു. തങ്ങൾ ഐശ്വര്യയെ മരുമകളായി കണ്ടിട്ടില്ലെന്നും എന്നും മകളെ പോലെയാണ് കണ്ടിരുന്നതെന്നും ജയ ബച്ചൻ പറഞ്ഞു. ഇതോടൊപ്പം തന്റെ ഭർത്താവ് അമിതാഭ് ബച്ചനെ കുറിച്ചും ജയ സംസാരിച്ചു. തന്റെ മരുമകൾ ഐശ്വര്യയെ വീട്ടിൽ കാണുമ്പോഴെല്ലാം ബച്ചന്റെ കണ്ണുകൾ തിളങ്ങുമായിരുന്നു. വീട്ടിൽ വരുന്ന ശ്വേതയെ നോക്കി നിൽക്കുന്ന പോലെയാണ് ഐശ്വര്യയും അതേ സ്നേഹത്തോടെ നോക്കിയിരുന്നത്. ശ്വേത പോയപ്പോൾ ഉണ്ടായ ശൂന്യത ഐശ്വര്യ വന്നപ്പോൾ പൂർണ്ണമായി. ശ്വേത കുടുംബത്തിലില്ല, മറ്റൊരു കുടുംബത്തിലേക്ക് പോയെന്നും ഇനി അവൾ ബച്ചൻ ഫാമിലി അല്ലെന്നത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം നേരിട്ടു. അതുപോലെ തന്നെ ഒരിക്കൽ സ്റ്റാർഡസ്റ്റ് മാസികയുമായി സംസാരിക്കവേ ജയ ഐശ്വര്യയിലെ അമ്മയെയും പ്രശംസിച്ചിരുന്നു. അന്ന് ഐശ്വര്യയെ വണ്ടർഫുൾ മദർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഐശ്വര്യ ഇൻഡസ്ട്രിയിലെ വലിയ താരമാണ്. എന്നിട്ടും തന്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. അവൾ ഒരു ശക്തിയായ സ്ത്രീയാണ്, ഒരു മനോഹരമായ അമ്മയാണ്. മകളെ അവൾ സ്വയം പരിചരിക്കും, എല്ലാ ജോലികളും സ്വയം ചെയ്യും എന്നുമാണ് മരുമകളെക്കുറിച്ച് ജയ പറഞ്ഞത്. ആരാധ്യ ജനിച്ച ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ. അമ്മയായ ശേഷം തങ്ങൾ ആരാധിച്ചിരുന്ന ഐശ്വര്യയുടെ രൂപത്തിലുണ്ടായ കാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പല ആരാധകർക്കും കഴിഞ്ഞിരുന്നില്ല. പ്രസവശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ പലരും ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു. നന്നായി വണ്ണം വെച്ചെത്തിയ നടിയെ കണ്ട് ഐശ്വര്യ തന്നെയാണോ ഇതെന്നാണ് പലരും ചോദിച്ചത്. ഐശ്വര്യയ്ക്ക് എന്തെങ്കിലും രോഗമാണോ, അതാണോ ഈ വണ്ണത്തിന് പിന്നിൽ? എന്ത് സംഭവിച്ചു? സാധാരണ പ്രസവശേഷം നടിമാർ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാറുണ്ട്, എന്നാൽ ഐശ്വര്യയ്ക്ക് അതിന് കഴിയുന്നില്ലല്ലോ. ഇത് എന്തോ രോഗമാണെന്നുള്ള തരത്തിലും ആളുകൾ സംസാരിച്ചിരുന്നു. പിന്നാലെ കടുത്ത ബോഡി ഷെയ്മിങ്ങും താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ഐശ്വര്യയെ ബാധിച്ചതേയില്ല. മുഴുവൻ സമയവും തന്റെ കുഞ്ഞിനൊപ്പം അമ്മയായതിന്റെ സന്തോഷത്തിലായിരുന്നു അന്നും താരം.